എല്ലാവർക്കും ശുഭസായാഹ്നം. ഇന്ന് ചില മലയാള വാർത്താ ചാനലുകൾ സെൻസിറ്റീവ് വാർത്തകൾ കൈകാര്യം ചെയ്യുന്ന രീതി, പ്രത്യേകിച്ച് പ്രതിസന്ധി ഘട്ടങ്ങളിൽ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് വർദ്ധിച്ചുവരുന്ന ഒരു ആശങ്കയിലേക്ക് ഞാൻ ശ്രദ്ധ ക്ഷണിക്കുന്നു. കൊച്ചി തുറമുഖത്തിന് സമീപം ഒരു കപ്പൽ മുങ്ങിയ ദൗർഭാഗ്യകരമായ സംഭവം ഒരു സമീപകാല ഉദാഹരണമാണ്. സ്ഥിരീകരിച്ച വസ്തുതകളിലും ശാന്തമായ റിപ്പോർട്ടിംഗിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനു പകരം പല ചാനലുകളും കൊച്ചിക്ക് സമീപം വൻ സമുദ്ര ദുരന്തം അല്ലെങ്കിൽ സുനാമി ഭീഷണി മുന്നറിയിപ്പ് പോലുള്ള ആശയക്കുഴപ്പമുണ്ടാക്കുന്ന തലക്കെട്ടുകൾ ഉപയോഗിച്ച് ബ്രേക്കിംഗ് ന്യൂസ് പ്രക്ഷേപണം ചെയ്യാൻ തിരക്കുകൂട്ടി തെറ്റിദ്ധരിപ്പിക്കുന്നതും പൂർണ്ണമായും സ്ഥിരീകരിക്കാത്തതുമായ പ്രസ്താവന. ഇത്തരം തലക്കെട്ടുകൾ പൊതുജനങ്ങളെ അറിയിക്കുന്നില്ല, അവ അനാവശ്യമായ ഭയവും പരിഭ്രാന്തിയും ഉണ്ടാക്കുന്നു. പ്രത്യേകിച്ച് വാർത്തകൾക്കായി ടെലിവിഷനെ വളരെയധികം ആശ്രയിക്കുന്നതും ഓൺലൈനിൽ സ്ഥിരീകരിച്ച അപ്ഡേറ്റുകൾ ലഭിക്കാത്തതുമായ ദരിദ്രരും ദുർബലരുമായ സമൂഹങ്ങൾക്കിടയിൽ തീരപ്രദേശത്ത് താമസിക്കുന്ന നിരവധി കുടുംബങ്ങൾക്ക് ഈ സംവേദനാത്മക തലക്കെട്ടുകളോടുള്ള അവരുടെ ആദ്യ പ്രതികരണം ഭയമായിരുന്നു. സ്ഥലം മാറ്റ ഭയം, അപകടഭയം, ഉപജീവനമാർഗം നഷ്ടപ്പെടുമോ എന്ന ഭയം. ചിലർ അനാവശ്യമായി ഒഴിഞ്ഞുമാറാൻ തുടങ്ങി യഥാർത്ഥ സംഭവത്തേക്കാൾ കൂടുതൽ കുഴപ്പങ്ങൾ സൃഷ്ടിച്ചു. ഉത്തരവാദിത്തമുള്ള ഒരു മാധ്യമം ജനങ്ങളെ സേവിക്കണം, അവരെ ഭയപ്പെടുത്തരുത്. അത് വ്യക്തമാക്കണം, ആശയക്കുഴപ്പത്തിലാക്കരുത്. പത്രപ്രവർത്തനം കൃത്യത, സഹാനുഭൂതി, പൊതുസേവനം എന്നിവയെക്കുറിച്ചായിരിക്കണം. TRP റേറ്റിംഗുകളെക്കുറിച്ചോ വൈറലായ ഭീതി വളർത്തുന്നതിനെക്കുറിച്ചോ അല്ല. മാധ്യമ സ്ഥാപനങ്ങൾ അവരുടെ പങ്കിനെക്കുറിച്ച് ചിന്തിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൊടുങ്കാറ്റിനെ ശാന്തമാക്കാനുള്ള ശക്തി നിങ്ങൾക്കുണ്ട്. അത് കൂടുതൽ വഷളാക്കരുത്. കൂടുതൽ ഉത്തരവാദിത്തമുള്ള പത്രപ്രവർത്തനം നമുക്ക് ആവശ്യപ്പെടാം. കാരണം പൊതുജനങ്ങളുടെ വിശ്വാസം റേറ്റിംഗുകൾക്കുള്ള ഒരു ഉപകരണമല്ല, അത് ഒരു ഉത്തരവാദിത്തമാണ്. നന്ദി.